പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. ഹണ്ട ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സമ്പൂർണ്ണ ലോക്ഡൌണിൽ സംസ്ഥാനത്ത് കർശന നിയന്ത്രണം. തെക്കൻ കേരളത്തിൽ വാരാന്ത്യ ലോക്ഡൌണിന് സമാനമായി നിരത്തിലിറങ്ങി ജനം. ആളുകളെ കടത്തിവിട്ടത് യാത്രാവശ്യം പരിശോധിച്ച ശേഷം. അനാവശ്യമായി പുറത്തിറങ്ങിയവരെ തിരിച്ചയച്ചു. ഹോട്ടലുകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണമുണ്ടാകണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ. നാളെ മുതൽ നടപടി കടുപ്പിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി. ലോക്ഡൌണിനോട് സഹകരിച്ച് മലബാർ മേഖല. അനാവശ്യമായി പുറത്തിറങ്ങിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 50ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. വയനാട്ടിലെ കർണാടക തമിഴ്നാട് അതിർത്തികളിൽ കർശന വാഹന പരിശോധന. നിയന്ത്രണങ്ങളോട് ആളുകൾ മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് പോലീസ്. ലോക്ഡൌണിൽ മധ്യ കേരളത്തിൽ പോലീസ് പരിശോധന ശക്തം. അനാവശ്യമായി പുറത്തിറങ്ങിയതിന് എറണാകുളത്ത് 100ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കർശന നടപടി തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. ഇടുക്കിയിൽ കേരള അതിർത്തിയിലടക്കം കർശന പരിശോധന. കോവിഡ് പ്രതിരോധത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീഴ്ചയെന്ന് മുഖ്യമന്ത്രി. വാർഡുതല സമിതികൾ നിഷ്ക്രിയം. തദ്ദേശ സ്ഥാപനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോവിഡ് കൺട്രോൾ റൂമുകൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സംസ്ഥാനത്ത് ഒരാൾക്കും ഭക്ഷണമോ ചികിത്സയോ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കോവിഡ് വാക്സിൻ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് അനുവദിച്ചത് 1.84 ലക്ഷം ഡോസ് വാക്സിൻ. 3 ദിവസത്തിനകം വാക്സിൻ ലഭ്യമാക്കും. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 4000 കടന്നു. 24 മണിക്കൂറിടെ 4187 മരണം. പ്രതിദിന കോവിഡ് കേസുകൾ ഇന്നും 4 ലക്ഷത്തിന് മുകളിൽ. 4,1078 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിലെ കോവിഡ് സാഹചര്യം അതീവ ഗുരുതരമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ സമിതി. കേരളത്തിലെ 10 ജില്ലകളിൽ രോഗവ്യാപന തോത് തീവ്രമെന്ന് റിപ്പോർട്ട്. 24 സംസ്ഥാനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നത് തിരിച്ചടിയാകുമെന്നും വിദഗ്ധ സമിതി. തമിഴ്നാടും സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക്. ഈ മാസം 10 മുതൽ 14 വരെയാണ് അടച്ചിടൽ. അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി. ഓൺലൈൻ ഭക്ഷണ വിതരണത്തിലും നിയന്ത്രണം. ലോക്ഡൌൺ കോവിഡ് വ്യാപനം ഉയർന്ന പശ്ചാത്തലത്തിൽ. സംസ്ഥാനത്ത് ഓക്സിജൻ ഫ്ലോ മീറ്റർ കിട്ടാനില്ലെന്ന് പരാതി. ലഭ്യമായ ഫ്ലോ മീറ്ററിന് ഉയർന്ന വില ഈടാക്കുന്നു. 1500 രൂപയ്ക്ക് ലഭ്യമായിരുന്ന ഉപകരണത്തിന് ഇപ്പോൾ ഈടാക്കുന്നത് 3000 രൂപ വരെ. വീടുകളിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നവർ കടുത്ത പ്രതിസന്ധി. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് ഏകീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുടൻ. ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശുപത്രികളുടെ കൊള്ളയ്ക്കെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം സൗജന്യമാക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ. വാക്സിൻ മൗലികാവകാശത്തിന്റെ ഭാഗമെന്ന് ഹർജി. 73 വർഷമായി ഇന്ത്യ പിന്തുടരുന്ന യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ നയത്തിന് വിരുദ്ധമെന്നും സർക്കാർ. രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം കാരണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെയും നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി വേണമെന്നും ആവശ്യം. പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് ദേശീയ വനിതാ കമ്മീഷൻ. പോലീസിനെതിരായ വിമർശനം സംഘർഷബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. വർഗീയ കലാപം നടത്താൻ പ്രേരിപ്പിച്ചെന്ന ആരോപണത്തിൽ നടി കങ്കണ റണാവത്തിനെതിരെ കേസെടുത്ത് ബംഗാൾ പോലീസ്. സംസ്ഥാനം സന്ദർശിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സംഘം ഇന്ന് റിപ്പോർട്ട് നൽകും. ബംഗാളിലെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് RSS. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്നു. സംസ്ഥാന ഭരണകൂടത്തിന്റെ സഹായത്തോടെയുള്ള ആക്രമണങ്ങൾ ഭരണഘടനാപരമായ നടപടികളിലൂടെ നേരിടണമെന്നും ആവശ്യം. മന്ത്രി പദവിയിൽ NCPയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ തള്ളി നിയുക്ത MLA തോമസ് കെ തോമസ്. 18-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ മന്ത്രി പദവി ആർക്കെന്ന് തീരുമാനിക്കും. AK ശശീന്ദ്രന് വീണ്ടും അവസരം നൽകണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്ത്. മന്ത്രിപദം നൽകിയില്ലെങ്കിൽ പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം TP അബ്ദുൾ അസീസ്. തർക്കപരിഹാരത്തിന് പ്രഫുൽ പട്ടേൽ കേരളത്തിലേക്ക്.
ആഴക്കടൽ മത്സ്യബന്ധന വിവാദമുയർത്തിയ UDF-ന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് KN ബാലഗോപാൽ. ചില തെറ്റിദ്ധാരണകൾ പടർത്താൻ കഴിഞ്ഞു. തീരമേഖലയിലെ മണ്ഡലങ്ങളിൽ വോട്ട് കുറയാൻ ഇത് കാരണമായി. മന്ത്രിസ്ഥാനത്തിൽ CPIM ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്നും KN ബാലഗോപാൽ 24-നോട്. അതിഥി തൊഴിലാളികളുമായി പോയ ടൂറിസ്റ്റ് ബസ് ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങി. ബംഗാളിലും അസമിലുമായി കുടുങ്ങിയത് 400ഓളം ടൂറിസ്റ്റ് ബസ്സുകൾ. അതിഥി തൊഴിലാളികളെയും കൊണ്ടുപോയ ബസ് ജീവനക്കാരെ ഏജന്റുമാർ കബളിപ്പിച്ചെന്ന് പരാതി. ലോക്ഡൌൺ പ്രാബല്യത്തിലായതോടെ സംസ്ഥാനത്തേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്ത്. തിരുവനന്തപുരത്ത് 200 കിലോയിലധികം കഞ്ചാവ് പിടിച്ചു. 2 കോടിയിലധികം വില വരുമെന്ന് പ്രാഥമിക നിഗമനം. കൊടകരയിലെ കുഴൽപ്പണ കവർച്ചാ കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന്. തൃശൂർ റേഞ്ച് DIGക്ക് അന്വേഷണ ചുമതല. തീരുമാനം അന്തർ സംസ്ഥാന പണമിടപാട് ഉൾപ്പെട്ടതിനാൽ നടപടി DGPയുടെ നിർദ്ദേശപ്രകാരം. ട്രെയിനിൽ യുവതി ആക്രമിച്ച കേസിലെ പ്രതിയെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുത്തു. യുവതി ഇരുന്ന കമ്പാർട്ട്മെന്റിലേക്ക് പ്രതി എങ്ങനെ കയറി, ആക്രമണം നടത്തിയ രീതി എന്നിവ നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് റെയിൽവേ SP S രാജേന്ദ്രൻ. സംഭവം നടന്ന ട്രെയിനിലെ കമ്പാർട്ട്മെന്റ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരം യാർഡിലേക്ക് എത്തിച്ചിരുന്നു. യുവതിയിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങളും ബാഗും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കരിപ്പൂർ വിമാനാപകടം നടന്ന് 9 മാസം പിന്നിട്ടിട്ടും അപകട കാരണം വ്യക്തമാക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇനിയും പുറത്തുവിടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് വിശദാംശങ്ങൾ വൈകുന്നുവെന്ന് വിശദീകരണം. റിപ്പോർട്ട് വൈകുന്നതോടെ കരിപ്പൂരിൽ നിന്ന് കൂടുതൽ സർവീസ് ആരംഭിക്കുന്നതിലും പ്രതിസന്ധി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടിമിന്നലിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. വേനൽ മഴയിലും ഇടിമിന്നലിലും പത്തനംതിട്ട ജില്ലയിൽ കനത്ത നാശനഷ്ടം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 4460 രൂപയായി. പവന് 35,680 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് 2 കൗൺസിലർമാർ മരിച്ചു. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ KK ശിവൻ, ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ ജോസ് ചാക്കോ എന്നിവരാണ് മരിച്ചത്. ഇരുവരും കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. ഇനി ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കൗൺസിൽ യോഗത്തിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും. ഇന്ന് നടക്കുന്ന യോഗത്തിലേക്ക് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മിഷേലാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത്. അസമിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. സർബാനന്ദ സോനോവാളിനെയും ഹിമന്ത് ബിശ്വ ശർമ്മയെയും ഡൽഹിക്ക് വിളിച്ചു. ഇരുവരുമായി JP നദ്ദ ചർച്ച നടത്തും. കർണാടകയിൽ മറ്റന്നാൾ മുതൽ 2 ആഴ്ചത്തെ ലോക്ഡൌൺ. കടകൾ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അവശ്യ സർവീസുകൾക്ക് തടസ്സമില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ പുതുക്കി തെലങ്കാന സർക്കാർ. രാത്രികാല കർഫ്യൂ ഈ മാസം 15 വരെ നീട്ടി. വിവാഹ ചടങ്ങിൽ 100 പേർക്ക് പങ്കെടുക്കാം. സംസ്കാര ചടങ്ങിൽ 20 പേർക്ക് മാത്രം അനുമതി. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ച മിസോറാം സർക്കാർ. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ലോക്ഡൌൺ 7 ദിവസം നീണ്ടു നിൽക്കും. നടപടി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ. സഞ്ചാരികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഗോവൻ സർക്കാർ. നിയമം അടുത്തയാഴ്ച മുതൽ പ്രാബല്യത്തിൽ. കോവിഡ് പശ്ചാത്തലത്തിൽ ഗോവയിൽ ഈ മാസം 23 വരെ കർഫ്യൂ ഏർപ്പെടുത്തി. മുംബൈയിൽ ശവസംസ്കാരത്തിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഓൺലൈൻ പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സമയം ക്രമീകരിച്ചു നൽകും. നടപടി ശ്മശാനങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ഉത്തർപ്രദേശിലെ ഇറ്റാവ സഫാരി പാർക്കിലെ 2 പെൺസിംഹങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏഷ്യയിനത്തിൽപ്പെട്ട സിംഹങ്ങൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പാർക്ക് താൽക്കാലികമായി അടച്ചു. ജീവനക്കാരിലും പരിശോധന നടത്തുമെന്ന് അധികൃതർ. ട്രെയിൻ മാർഗം പശ്ചിമ ബംഗാളിലെത്തുന്നവർക്ക് RT-PCR നെഗറ്റീവ് പരിശോധനാ ഫലം നിർബന്ധമാക്കി. പശ്ചിമ ബംഗാൾ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചു. ബോളിവുഡ് താരം കങ്കണ റണാവത്തിന് കോവിഡ്. രോഗവിവരം താരം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത്. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഡൽഹി സർക്കാരിനെതിരെ വിമർശനവുമായി BSP നേതാവ് മായാവതി. സംസ്ഥാനത്ത് നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്നത് സർക്കാരിന്റെ വീഴ്ചയെന്ന് വിമർശനം. ലോക്ഡൌണിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കണം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വാക്സിൻ സൗജന്യമായി ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും മായാവതി.
തൃണമൂൽ കോൺഗ്രസ് നേതാവ് ബിമൻ ബാനർജിയെ ബംഗാൾ സ്പീക്കറായി തെരഞ്ഞെടുത്തു. 3ാം തവണയാണ് ബിമൻ ബാനർജിയെ സ്പീക്കറായി നിയമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 294 സീറ്റുകളിൽ 213 നേടിയാണ് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. കർണാടകയിൽ ഓക്സിജൻ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തിയ ഒരാൾ പിടിയിൽ. സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് സിഗ ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജർ രവികുമാറിനെ. അനധികൃത വിൽപ്പന തടയാൻ പരിശോധന കർശനമാക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ജോയിന്റ് കമ്മീഷണർ സന്ദീപ് പാട്ടീൽ. ഡൽഹിയിൽ വാക്സിൻ പ്രതിസന്ധി തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ശേഷിക്കുന്നത് 5 ദിവസത്തെ കുത്തിവയ്പ്പിനാവശ്യമായ വാക്സിൻ മാത്രം. കുട്ടികളിൽ രോഗവ്യാപനം വർദ്ധിക്കുന്നത് ആശങ്ക കൂട്ടുന്നുവെന്നും ഡൽഹി മുഖ്യമന്ത്രി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. വാക്സിനേഷനായി സംസ്ഥാനത്ത് പ്രത്യേക ആപ്ലിക്കേഷൻ വികസിപ്പിക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യം. കോവിൻ ആപ്പ് തുടർച്ചയായി തകരാറിലാകുന്നതിനാൽ ബദൽ സംവിധാനം വേണമെന്ന് ഉദ്ധവ് താക്കറെ. ഉത്തർപ്രദേശിലെ ചാണ്ഡിനഗർ പ്രദേശത്ത് കാറിനുള്ളിൽ കുടുങ്ങിയ 4 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചു. കാറിനുള്ളിൽ കളിക്കുന്നതിനിടെ ഓട്ടോ ലോക്ക് വീണതാണ് കുട്ടികളുടെ മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. INS വിക്രമാദിത്യയിൽ തീപിടുത്തം. കാർവാർ തുറമുഖത്ത് ഇന്ന് രാവിലെയായിരുന്നു അപകടം. ആളപായവും വലിയ നാശനഷ്ടങ്ങളുമില്ലെന്ന് റിപ്പോർട്ടുകൾ. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 15,74,00,000 കടന്നു. ആകെ മരണം 32,81,000 പിന്നിട്ടു. ചികിത്സയിൽ കഴിയുന്ന 1 ലക്ഷത്തിലധികം പേരുടെ നില അതീവ ഗുരുതരം. ചൈനീസ് കോവിഡ് പ്രതിരോധ വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. അടിയന്തര സാഹചര്യങ്ങളിൽ സിനോഫാം കോവിഡ് പ്രതിരോധ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിക്കുന്ന ആദ്യ ചൈനീസ് വാക്സിനാണ് സിനോഫാം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. ലോകത്ത് കൊറോണ വൈറസ് വകഭേദത്തിന്റെ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിക്കരുതെന്ന് നിർദ്ദേശം. വാക്സിനേഷനിലൂടെ മാത്രം കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്നും WHO. അമേരിക്കയിൽ തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രതിസന്ധി രൂക്ഷമായത് കോവിഡ് വ്യാപനത്തെ തുടർന്ന്. തൊഴിലില്ലായ്മ അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾ മറികടക്കുന്നതിനായി കൂടുതൽ പദ്ധതികൾ അനിവാര്യമെന്നും ജോ ബൈഡൻ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് സഹായവുമായി ബ്രിട്ടൻ. ആദ്യഘട്ടമായി 18 ടൺ ഓക്സിജൻ ജനറേറ്ററുകളും മെഡിക്കൽ സാമഗ്രികളും ഇന്ത്യയിലെത്തിക്കും. മറ്റ് രാജ്യങ്ങളും സഹായവുമായി മുന്നോട്ട് വരണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുള്ള ചൈനീസ് റോക്കറ്റിന്റെ അവശിഷ്ടം വെടിവെച്ചിടാൻ പദ്ധതിയിട്ടിട്ടില്ലെന്ന് അമേരിക്കൻ സൈന്യം. അപകടകരമല്ലാത്ത സ്ഥലത്ത് പതിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ. റോക്കറ്റ് അവശിഷ്ടം ഇന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമെന്ന ആശങ്കയിൽ ശാസ്ത്രലോകം. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും ഇന്ത്യക്ക് നൽകുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ്. കൂടുതൽ ഓക്സിജൻ ഉപകരണങ്ങളും മരുന്നുകളും എത്തിക്കും. ആദ്യഘട്ടത്തിൽ അമേരിക്ക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യ സഹായിച്ചെന്നും കമലാ ഹാരിസ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ മയക്കുമരുന്ന് സംഘവും പോലീസും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 28ആയി. റിയോയുടെ വടക്കൻ പ്രദേശമായ ജാക്രൻസിഹോയിൽ സംഘടനമുണ്ടായത് ഇന്നലെ. മാലിദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റ സ്ഫോടനം ഭീകരാക്രമണമെന്ന് പോലീസ്. സ്ഫോടനം നടന്നത് കഴിഞ്ഞ ദിവസം. ചികിത്സയിൽ കഴിയുന്ന നഷീദിന്റെ നില ഗുരുതരമല്ലെന്ന് ആഭ്യന്തരമന്ത്രി. ഇസ്രായേൽ പോലീസും പലസ്തീനികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 170 പേർക്ക് പരിക്ക്. ജെറുസലേമിന്റെ കിഴക്കൻ പ്രവിശ്യകളിലും അൽ അക്സ മോസ്കിലുമാണ് ആക്രമണമുണ്ടായത്. സംഘർഷം പലസ്തീൻ കുടുംബങ്ങളെ ബലമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ. ഓസ്ട്രേലിയയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തി ന്യൂസിലൻഡ്. നടപടി സിഡ്നിയിൽ ഉൾപ്പെടെ ഓസ്ട്രേലിയയിലെ വിവിധയിടങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ നിയന്ത്രണം നാളെ മുതൽ പ്രാബല്യത്തിൽ. ആമസോൺ മഴക്കാടുകളിൽ വനനശീകരണം വർദ്ധിക്കുന്നതായി ബ്രസീൽ സർക്കാർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ രേഖപ്പെടുത്തിയത് 43% വർധന. ആഗോളതലത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ബ്രസീൽ. പൊതുപരിപാടിയിൽ ആദ്യമായി മാസ്ക് ധരിച്ചെത്തി ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ. ഇതുവരെ മാസ്ക് ധരിക്കാതിരുന്നതിൽ ജനങ്ങളോട് ക്ഷമ ചോദിച്ച് പ്രസിഡന്റ്.
മെക്സിക്കോയിൽ മെട്രോ പാലം തകർന്നു വീണ അപകടത്തിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നാരോപിച്ച് പ്രതിഷേധം ശക്തം. മെക്സിക്കോ സിറ്റിയിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. അപകടമുണ്ടായത് നിർമ്മാണത്തിലെ അനാസ്ഥ മൂലമെന്നും അഴിമതി ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും പ്രതിഷേധക്കാർ. നോക്കാം സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡിന് തകർപ്പൻ ജയം. ലെസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയത് 2-4 ഗോളിന്. ന്യൂകാസലിനായി കാലം വിൽസൺ ഇരട്ട ഗോൾ നേടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി പോരാട്ടം. പോയിന്റ് നിലയിൽ സിറ്റി 1-ാം സ്ഥാനത്തും ചെൽസി 4-മതും. മത്സരം രാത്രി 10 മണിക്ക്. ലാലിഗയിൽ ഇന്ന് കരുത്തന്മാർ കളത്തിൽ. ബാഴ്സലോണ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. മത്സരം രാത്രി 7:45-ന്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിക്കറ്റ് കീപ്പർ ടിം സെയ്ഫേഡിന് കോവിഡ്. താരത്തെ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് മാറ്റും. കോവിഡ് സ്ഥിരീകരിച്ചത് രോഗലക്ഷണം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് പരിശീലകനായ മൈക്ക് ഹസി കോവിഡ് നെഗറ്റീവായി. താരം നിരീക്ഷണത്തിൽ തുടരും. തന്നെ പരിചരിച്ച ടീമിന് നന്ദി അറിയിച്ച് മൈക്ക് ഹസി. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ മാറ്റിവെച്ചു. തീരുമാനം കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് അധികൃതർ. ലോറസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. റഫേൽ നദാൽ മികച്ച കായിക താരം, നവാമി ഒസാക്ക മികച്ച വനിതാ താരം. മികച്ച ടീമിനുള്ള പുരസ്കാരം ബയേൺ മ്യൂണിക്കിന്. നോക്കാം ജില്ലാ വാർത്തകൾ. ലോക്ഡൌണിൽ ഇളവ് അനുവദിച്ചവരിൽ തിരിച്ചറിയൽ രേഖയില്ലാത്തവർക്ക് സ്വയം തയ്യാറാക്കിയ സാക്ഷ്യപത്രവുമായി ഇന്ന് യാത്ര ചെയ്യാം. പോലീസ് പാസിന് ഓൺലൈനായി ഇന്ന് വൈകിട്ട് മുതൽ അപേക്ഷിക്കാം. നേരിട്ടോ തൊഴിൽ ദാതാക്കൾ മുഖേനയോ പാസിന് അപേക്ഷിക്കണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലയിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കളക്ടറേറ്റിൽ ആരംഭിച്ച 24 മണിക്കൂർ ഓക്സിജൻ വാർ റൂം വഴുതക്കാട് വിമൻസ് കോളേജിലേക്ക് മാറ്റുമെന്ന് ജില്ലാ കളക്ടർ. ഓക്സിജൻ സംഭരണശാല പ്രവർത്തിക്കുന്ന വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തോട് ചേർന്ന് പുതിയ വാർ റൂം പ്രവർത്തിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം എംഎൽഎമാരായ ആന്റണി രാജുവും GR അനിലും ചേർന്ന് നിർവഹിച്ചു. ശ്രീകണ്ഠേശ്വരം പാർക്കിന് മുന്നിലും കോട്ടക്കകം ആശുപത്രിയിലെ അന്തേവാസികൾക്കുമായാണ് ഭക്ഷണം വിതരണം ചെയ്യുക. തിരുവനന്തപുരത്ത് വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് കാൽവഴുതി താഴെ വീണ കോവിഡ് ബാധിതനെ രക്ഷപ്പെടുത്തി പോലീസ്. അയിരൂർ പോലീസ് സ്റ്റേഷനിലെ ASI ഷിർജു ആണ് രോഗിയെ രക്ഷപ്പെടുത്തിയത്. വീഴ്ചയിൽ രോഗിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കല്ലടയാറിന്റെ വിവിധയിടങ്ങളിൽ തടയണകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പായില്ലെന്ന് വിമർശനം. ഇടക്കടവ്, പിടവൂർ, കമുകുംചേരി എന്നിവിടങ്ങളിൽ തടയണ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് നടപ്പിലാകാത്തത്. എത്രയും പെട്ടെന്ന് തടയണകൾ നിർമ്മിച്ച് പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യം. കൊല്ലം ജില്ലയിൽ വീട്ടിൽ വ്യാജമദ്യം സൂക്ഷിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കാര്യറ സ്വദേശി ജയൻ. 55 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. പത്തനംതിട്ടയിൽ ജനങ്ങൾ ലോക്ഡൌണിനോട് സഹകരിക്കുന്നുണ്ടെന്ന് SP R നിശാന്തിനി. തിരുവല്ല, പന്തളം മത്സ്യമാർക്കറ്റുകളിലും നാളെ മുതൽ കർശന നിയന്ത്രണം. മാർക്കറ്റുകളിൽ കൂട്ടം കൂടിയാൽ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ മഴയിലും ഇടിമിന്നലിലും കനത്ത നാശനഷ്ടം. ശക്തമായ കാറ്റിൽ കലഞ്ഞൂരിൽ മരം വീണ് നിരവധി വീടുകൾ തകർന്നു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി. മുൻ വിശ്വകർമ്മ സമുദായ കമ്മീഷൻ ഡോക്ടർ PN ശങ്കരൻ അന്തരിച്ചു. കോവിഡ് ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം ബംഗളൂരുവിൽ നടക്കും. കോട്ടയം ജില്ലയിൽ 65 മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി പ്രഖ്യാപിച്ചു. 19 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ 965 മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ജില്ലയിലുള്ളത്. ഇടുക്കിയിൽ വീണ്ടും വ്യാജമദ്യവേട്ട. 10 ലിറ്റർ വ്യാജമദ്യവും 200 ലിറ്റർ കോടയും പിടിച്ചെടുത്തു. തങ്കമണി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ മനോജ് മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇടുക്കിയിൽ വീട് കയറി ആക്രമണം നടത്തിയ 6 സംഘത്തെ പിടികൂടി. അറസ്റ്റിലായത് ഇടുക്കി സ്വദേശികളായ സബീഷ്, സന്തോഷ്, ജേക്കബ് തോമസ്, ജിഷോ, ജിജോ, ജിനോ എന്നിവർ. ആക്രമണത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ നെടുങ്കണ്ടം പോലീസാണ് പിടികൂടിയത്. എറണാകുളത്തെ ഓക്സിജൻ ഫില്ലിംഗ് പ്ലാന്റുകൾ മുഴുവൻ സമയോൽപാദനത്തിന് തയ്യാറെടുക്കുന്നു. കൂടുതൽ വ്യാവസായിക സിലിണ്ടറുകൾ ശുചീകരിച്ച് മെഡിക്കൽ ഓക്സിജൻ വിതരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഓക്സിജൻ ബഫർ സ്റ്റോക്ക് വർദ്ധിപ്പിക്കാനും നടപടി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കോതമംഗലം താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. പിണ്ടിമന, പോത്താനിക്കാട്, നേരിമംഗലം, കുട്ടമ്പുഴ വില്ലേജ് യൂണിറ്റുകളിലെ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സാണ് രക്തം നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് 7.5 ലക്ഷം രൂപ നൽകി ഊന്നുകൽ സഹകരണ ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് MS പൗലോസ് MLA ആന്റണി ജോണിന് തുക കൈമാറി.
തായമ്പക വിദഗ്ധൻ തൃത്താല കേശവദാസ് പൊതുവാൾ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലും മറ്റു പാലുൽപ്പന്നങ്ങളും വീട്ടിലെത്തിക്കാനുള്ള പദ്ധതിയുമായി മിൽമ. പാലക്കാട് മിൽമ ഡയറിയാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. പ്രാദേശിക തലത്തിലുള്ള നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലേക്കുള്ള അനാവശ്യ കടന്നുകയറ്റം തടയാൻ തീരുമാനിച്ചു ഊരുസമിതി. നടപടി കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഊരുകൾ അടച്ചിടാൻ തീരുമാനമായത് ഇന്നലെ ചേർന്ന ഊരുസമിതി യോഗത്തിൽ. കോവിഡ് ബാധിതർക്കായി ആംബുലൻസ് സൗകര്യമൊരുക്കാൻ പാലക്കാട് നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം. ഒരു വിഭാഗം ആംബുലൻസുകൾ അമിത നിരക്ക് ഈടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. നിയുക്ത തൃത്താല MLA MB രാജേഷ് വെള്ളിയാങ്കല്ലിൽ സന്ദർശനം നടത്തി. സന്ദർശനം രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജലവിഭവ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പാലക്കാട് മലമ്പുഴയിൽ വാറ്റ് തടഞ്ഞ എക്സൈസ് 1500 ലിറ്റർ വാഷ് പിടികൂടി. മലമ്പുഴ കനാലിന് സമീപം നടത്തിയ പരിശോധനയിൽ വാറ്റുപകരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. തിരൂരങ്ങാടി നഗരസഭാ ഓഫീസിൽ കോവിഡ്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിലെ 3 ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭാ ഓഫീസ് പൂർണ്ണമായും അടച്ചിടേണ്ടി വരുമോ എന്ന ആശങ്കയിൽ അധികൃതർ. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങി. ഇവർക്കായി KSRTCയുടെ മലപ്പുറം ഡിപ്പോയിൽ നിന്ന് പാലക്കാട്ടേക്ക് മാത്രം ഇന്നലെ 8 അധിക സർവീസുകൾ നടത്തി. സ്ഥിരം സർവീസുകൾക്കും ദീർഘദൂര സർവീസുകൾക്കും പുറമെയാണ് അതിഥി തൊഴിലാളികൾക്കായി സർവീസ് നടത്തിയത്. കണ്ണൂർ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വൻ കവർച്ച. കമ്പ്യൂട്ടർ ലാബിൽ സൂക്ഷിച്ച 29 ലാപ്ടോപ്പുകൾ മോഷണം പോയി. ഹൈസ്കൂൾ ബ്ലോക്കിൽ സൂക്ഷിച്ച ലാപ്ടോപ്പുകളാണ് മോഷ്ടിക്കപ്പെട്ടത്. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ സഹോദരി കനകവല്ലി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം കണ്ണൂർ പയ്യാമ്പലത്ത് നടന്നു. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന നൽകി കണ്ണൂർ മയിൽ സർവീസ് സഹകരണ ബാങ്ക്. നിയുക്ത തളിപ്പറമ്പ് MLA MB ഗോവിന്ദൻ മാസ്റ്റർ സംഭാവന ഏറ്റുവാങ്ങി. കാസർഗോഡ് ചീമേനിയിലെ 100 ഏക്കർ വ്യവസായ പാർക്കിൽ 100 കോടി രൂപ ചെലവിട്ടുള്ള വ്യവസായ പദ്ധതി നടപ്പിലാക്കുമെന്ന് നിയുക്ത തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ. അടക്ക, കശുവണ്ടി, കല്ലുമക്കായ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പദ്ധതി. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും M രാജഗോപാലൻ. കാസർഗോഡ് കറന്തക്കാട് 302 ലിറ്റർ കർണാടക മദ്യം എക്സൈസ് പിടികൂടി. ആൾതാമസമില്ലാത്ത വീടിന്റെ പുറകിൽ 35 ബോക്സുകളിലായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെ കേസെടുത്തു. വീണ്ടും 100 ന്യൂസിലേക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കോവിഡ് ചികിത്സയ്ക്കായുള്ള മാർഗരേഖ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതുക്കി. ചികിത്സയ്ക്കായി കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് നിർബന്ധമില്ല. കോവിഡ് എന്ന് സംശയമുണ്ടെങ്കിൽ ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കാം. രോഗികൾ എവിടെ നിന്നുള്ളവർ എന്നത് പരിഗണിക്കാതെ ഓക്സിജനും ചികിത്സയും ലഭ്യമാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം ഈ സമയത്ത് പുറത്തിറക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം? ഈ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിൽ ഒരു പുതുക്കിയ മാർഗരേഖ? ഉന്മേഷ്, ഈ കോവിഡ് 2ാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കോവിഡ് ചികിത്സയ്ക്കായുള്ള മാർഗരേഖ പുതുക്കിയിരിക്കുന്നത്. നിലവിൽ പലയിടങ്ങളിലും കോവിഡ് ടെസ്റ്റുകൾ, അതായത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് തെളിയിക്കുന്ന ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ, പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളിൽ ഇവരെ പ്രവേശിപ്പിക്കുന്നത്, രോഗികളെ പ്രവേശിപ്പിക്കുന്നത്. മുഴുവൻ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും രോഗികൾക്ക് ഇത്തരത്തിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതുകൊണ്ട് തന്നെ കോവിഡ് ടെസ്റ്റ് റിപ്പോർട്ട് ലഭിക്കാൻ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും 2ൽ കൂടുതൽ ദിവസം എടുക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മാർഗരേഖ പുതുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പുതിയ മാർഗരേഖ അനുസരിച്ച് കോവിഡ് ചികിത്സയ്ക്കായി കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് നിർബന്ധമില്ല. കോവിഡ് എന്ന് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കാം, ഇവർക്ക് ചികിത്സ ആരംഭിക്കാം എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ രോഗികൾ എവിടെ നിന്നുള്ളവർ എന്ന് പരിഗണിക്കാതെ അവർക്ക് ആവശ്യമായ അടിയന്തര ചികിത്സ ലഭ്യമാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം പുതിയ മാർഗരേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്സിജനും ചികിത്സയും ഉൾപ്പെടെ അവർക്ക് അടിയന്തരമായി തന്നെ ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം. പലപ്പോഴും സ്വന്തം അല്ലെങ്കിൽ അതാത് നഗരങ്ങളിൽ മാത്രമാണോ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമാണ് ചില സംസ്ഥാനങ്ങളിലും ചിലയിടങ്ങളിലും ചികിത്സ ലഭ്യമാക്കുന്നത്. ഇത് പുനഃപരിശോധിക്കാൻ തന്നെയാണ് ഈ പുതിയ മാർഗരേഖയിൽ നിർദ്ദേശം നൽകുന്നത്. രോഗികൾ എവിടെ നിന്നുള്ളവരാണെങ്കിൽ പോലും അത് പരിഗണിക്കാതെ അവർക്ക് ചികിത്സ ലഭ്യമാക്കണമെന്നാണ് പുതിയ മാർഗരേഖയിലെ നിർദ്ദേശം. ഇതോടൊപ്പം തന്നെ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ പേരിൽ അവർക്ക് ചികിത്സ നിഷേധിക്കും
അനുവദിക്കരുത് എന്നും ഈ തിരിച്ചറിയൽ രേഖകൾ പരിഗണിക്കാതെ തന്നെ രോഗനില പരിശോധിച്ച് അവർക്ക് ചികിത്സ ഉറപ്പുവരുത്തണം എന്നുമാണ് പുതിയ മാർഗരേഖയിലെ നിർദ്ദേശം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ന്യൂസിൽ ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9ാം സീരീസിന്റെ മേക്കിംഗ് വീഡിയോ പുറത്ത്. വിൻ ഡീസൽ, മിഷേൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ജൂൺ 22-ന് തിയേറ്ററുകളിലെത്തും. മലയാളത്തിലെ ആദ്യ സോംബി ചിത്രമായ രാ റിലീസിനൊരുങ്ങുന്നു. കിരൺ മോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒലാല മീഡിയയുടെ ബാനറിൽ അബീൽ അബൂബക്കറാണ് നിർമ്മിക്കുന്നത്. ചിത്രം OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യും. ടോഡ് ഫിലിപ്സ് ചിത്രം ജോക്കറിന്റെ 2ാം ഭാഗം എത്തുന്നു. ജുവാക്കിൻ ഫിനിക്സ് ആണ് ജോക്കറായി വേഷമിടുന്നത്. സിനിമയുടെ ആദ്യ ഭാഗത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഫാക്ട് ചെക്ക്. രാമായണം പരമ്പരയിലൂടെ രാവണനായി ശ്രദ്ധ നേടിയ അരവിന്ദ് ത്രിവേദി മരിച്ചുവെന്ന തരത്തിൽ വ്യാജ പ്രചാരണം പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് സ്ഥിരീകരിച്ച് സഹപ്രവർത്തകനായ സുനിൽ ലാഹ്രി. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വാർത്ത വ്യാജമെന്നറിയിച്ച് ലാഹ്രി എത്തിയത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ അരവിന്ദ് ത്രിവേദി മരിച്ചുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. വിദേശത്തു നിന്നും എത്തിച്ച ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ അനുമതിക്കായി കസ്റ്റംസിൽ കെട്ടിക്കിടക്കുന്നതായി വ്യാജ വാർത്ത. പ്രചാരണത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 3000 ഓക്സിജൻ കോൺസെൻട്രേറ്റുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇത്തരത്തിൽ രാജ്യത്തെത്തിയ ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ ക്ലിയറൻസിനായി കസ്റ്റംസ് വെയർ ഹൌസുകളിൽ കെട്ടിക്കിടക്കുന്നതായാണ് പ്രചരിക്കുന്ന വ്യാജവാർത്ത. കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ് തന്നെ ഈ പ്രചാരണം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം രൂക്ഷമായപ്പോൾ തന്നെ ഇന്ത്യൻ കസ്റ്റംസ് എല്ലാ ചരക്കുകൾക്കും അതിവേഗ ക്ലിയറൻസ് നൽകിയിരുന്നു. നിലവിൽ രാജ്യത്തെ ഒരു തുറമുഖത്തും ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ അനുമതി കാത്തുകിടക്കുന്നില്ലെന്നും കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ് വ്യക്തമാക്കി. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചരക്കുകൾക്ക് ഉയർന്ന മുൻഗണനയാണ് നൽകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ പ്രചരിക്കുന്ന വാർത്ത തീർത്തും വസ്തുതാവിരുദ്ധമെന്നും വ്യക്തം. ഇപ്പോൾ കിട്ടിയത് തൊഴിൽ വകുപ്പിനെ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി. വീട്ടുജോലിക്ക് പോകുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, പ്രായമായവരെ പരിചരിക്കുന്നവർ എന്നിവർക്ക് യാത്രാ വിലക്കില്ല. 16ാം തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സെഷൻ ഈ മാസം 11-ന്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ 11-ന് സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ ചുമതലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 12-ന്. കോവിഡ് പ്രതിരോധ വാക്സിനുകൾക്ക് താൽക്കാലികമായി പേറ്റന്റ് പിൻവലിക്കുന്ന പദ്ധതിയെ പിന്തുണച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. പേറ്റന്റ് ഒഴിവാക്കുന്നതോടെ കൂടുതൽ ദരിദ്ര രാജ്യങ്ങളിലേക്ക് ആവശ്യത്തിന് വാക്സിൻ എത്തിത്തുടങ്ങുമെന്നും മാർപ്പാപ്പ. വാക്സിൻ വിതരണത്തിൽ തുല്യത ഉറപ്പുവരുത്താൻ നീക്കത്തിന് കഴിഞ്ഞേക്കുമെന്നും മാർപ്പാപ്പ. മുംബൈ വിമാനത്താവളം വഴി ഹെറോയിൻ കടത്താൻ ശ്രമിച്ച ആൾ പിടിയിൽ. സാംബിയൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് പിടിയിലായത്. പിടിച്ചെടുത്തത് 4 കിലോ ഹെറോയിൻ. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് സഹായവുമായി ഓസ്ട്രിയയും ചെക്ക് റിപ്പബ്ലിക്കും. 1900 ഓക്സിജൻ ക്യാനുലുകളും 396 ഓക്സിജൻ സിലിണ്ടറുകളും ഇന്ത്യയിലേക്ക് എത്തിച്ചു. 500 ഓക്സിജൻ സിലിണ്ടറുകൾ നൽകി ചെക്ക് റിപ്പബ്ലിക്. ന്യൂസ് പൂർത്തിയാകുന്നു.